മറ്റുള്ളവർക്ക് ഒരു അത്താണി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നുള്ളത്. എനിക്ക് യാതൊരു സംശയമില്ല. 300ഓളം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? 300ഓളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? കുഞ്ഞുങ്ങളെ രാഷ്ട്രത്തിലെ സമ്പത്താണെന്ന് പ്രസംഗിച്ചാൽ പോരാ, അത് പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരണം. വരുന്ന 2 വർഷത്തിനുള്ളിൽ സമ്പൂർണമായി തന്നെ കേരളത്തിൽ മുഴുവൻ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കും. എല്ലാ നന്മയും ഈ സ്ഥാപനത്തിന് നേരുന്നു. സെൽവി, സുഭാഷിണി, കസ്തൂരി എന്നീ കുട്ടികളെ 2004 ഓഗസ്റ്റ് 7-ന് ആലുവ ഭാഗത്ത് സർക്കസ് നടന്നത് കണ്ട് നാട്ടുകാർ രക്ഷപ്പെടുത്തി ജനസേവ ശിശുഭവനിലെത്തിച്ചു. വളരെ ക്രൂരമായിട്ടാണ് ബാബുവും കൂട്ടുസംഘക്കാരും ഈ കുട്ടികളെ സർക്കസിന് ഉപയോഗിച്ചിരുന്നത്. വിവിധങ്ങളായ അഭ്യാസമുറകളാണ് ഈ കുരുന്നുകളെ ഉപയോഗിച്ച് ചെയ്തിരുന്നത്. കുട്ടികളെ മുളങ്കമ്പിൽ പൊക്കി നിർത്തി താഴേക്കിടുക, റാ പോലെ വളച്ചു നിർത്തുക, തീയിൽ കൂടി ചാടിക്കുക തുടങ്ങിയ വളരെ ക്രൂരമായ രീതിയിൽ ഈ കുരുന്നുകളെ ഉപയോഗിച്ച് സർക്കസ് നടത്തിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബാബുവിന്റെ സർക്കസ് സംഘത്തിൽ നിന്നും ധർമ്മ, ശിവ എന്നീ കുട്ടികളെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി ജനസേവ ശിശുഭവനിൽ എത്തിച്ചു. ബാബുവിന്റെ സർക്കസ് സംഘത്തിലെ രാമു, കമല എന്നീ ദമ്പതികളുടെ മക്കളാണ് ഈ കുട്ടികൾ. സർക്കസിന്റെ അഭ്യാസമുറകളിൽ നിന്നും ഈ കുരുന്നുകൾ അക്ഷരത്തിന്റെ അറിവിന്റെ ലോകത്തിലേക്ക് ഞങ്ങൾക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ സർക്കസ് കളിച്ച് നടന്ന സുഭാഷിനെയും കസ്തൂരിനെയും സെൽവിനെയും ആ ബാബു എന്ന് പറഞ്ഞ ആളുടെ കൂടെ വിട്ടേക്കരുത്. അവരുടെ കൂടെ വിട്ടാൽ അവർ പിന്നെയും സർക്കസിലാവും.